ആലപ്പുഴ ജിങ്കാന ഇത് ഒരു ബോക്സിംഗ് സിനിമ തന്നെയാണ്. അത് ഓൾറെഡി ഖാലിദ് റഹ്മാൻ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്ടേഴ്സ് മൂവി അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഖാലിദ് റഹ്മാൻ എന്നുള്ള പേര് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സിനിമ കാണാനായിട്ട്. കാരണം തല്ലുമാല അമ്മാതിയുടെ ഒരു സിനിമയായിരുന്നു. അതിനകത്ത് ഫൈറ്റ് ആയാലും അടി ആയാലും കോസ്റ്റ്യൂംസും ഷോർട്സും എല്ലാ ഫ്രെയിമുകളും എല്ലാം കിടലുമായിരുന്നു. അതിൻ്റെ കരിക്കുമ്പോഴും വേറൊരു ജോണറായിരുന്നു. ഈ ഒരു സിനിമ വന്ന സമയത്ത് ഈ ജിങ്കാനയുടെ ഇൻ്റർവ്യൂ സമയത്ത് എനിക്കൊന്ന് ഖാലിദ് റഹ്മാൻ തന്നെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ. അതായത് നായകൻ +2 തോക്കുന്ന സമയം നായകനും ഗ്യാങ്ങും +2 തോക്കുന്നു. അപ്പം കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് SD കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും ഒരു സ്പോർട്സിൽ ചേർന്ന് ഒരു സ്റ്റേറ്റ് ലെവലിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ബോക്സിംഗ് പഠിക്കാൻ പോകുന്നത്. വേറൊരു ബോക്സർ ചെയ്യുന്നത് വേറൊരു നല്ല ഇടി കിട്ടുമ്പോഴാണ് ഇവർ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നത്. ബോക്സിംഗ് പഠിക്കാൻ പോകുന്നു. അങ്ങനെ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിന് പോകുമ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതാണ് സിനിമ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബോക്സിങ് വെച്ചാൽ നന്നായിട്ട് ബോക്സിങ് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 80-85% ഈ പറയുന്ന ബോക്സിങ് റിങ്ങുമാണ്. അതിനകത്ത് നസലിനൊക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരു കിടിലൻ ഷോട്ട് ഉണ്ട്. അതായത് ക്ലോസപ്പ് ഷോട്ടിൽ നസലിന് ഫേസിൽ ഒരു പഞ്ച് കിട്ടുന്ന നോക്കൗട്ട് ആവുന്ന ഒരു പഞ്ച് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതൊരു രക്ഷയിലെന്ന് വെച്ചാൽ നല്ല ക്ലോസപ്പിൽ ആ ഒരു ഇടി കിട്ടുന്ന ആ ഒരു ഫ്രെയിം കാണുമ്പോൾ ഷോട്ട് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഒറിജിനലി കിട്ടിയ ഇടിയാണെന്നുള്ളത്. കാരണം സ്റ്റേറ്റ് ബോക്സേഴ്സൊക്കെയാണ് ഈ സിനിമയിൽ ഇവരുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മമാർ നല്ല ഇടി ഇടിക്കും, അമ്മമാർ ഇടി കൊള്ളും. ആ ഒരു സെറ്റപ്പായിരുന്നു. ഇത് നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ ഈ നായകൻ തോറ്റിട്ട് പഠിക്കാൻ വയ്യാത്ത നായകൻ ചെന്നിട്ട് ബോക്സിങ്ങിൽ പോയിട്ട് ഭയങ്കര ചാമ്പ്യനായിട്ട് തിരിച്ചു വരുന്ന സംഭവമൊന്നുമല്ല. പോയി ഇടി വാങ്ങിക്കുന്നത് തന്നെ. ബോക്സിങ്ങിൽ പോകുന്നു, സ്റ്റേറ്റിൽ പോകുന്നു, ഇടി വാങ്ങിക്കുന്നു. അതാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. അതിന് നായകനും അതെ, നായകൻ്റെ കൂട്ടുകാരും അതെ. പിന്നെ ഇതിനകത്ത് അവരുടെ ആ ഒരു ചെറിയ പ്രണയങ്ങളും ക്രഷും ആ ഒരു സാധനങ്ങളൊക്കെ കാണിച്ചു പോകുന്നതും പിന്നെ ഇവരെ കോച്ച് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു ലുക്മാൻ്റെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ള സാധനങ്ങൾ കാണിച്ചു പോകുന്നു. ബേസിക്കലി ബോക്സിങ് മാത്രമാണ് ഈ സിനിമ. ബോക്സിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ഹോളിവുഡ് സിനിമയിൽ കാണുന്ന സാധനമൊന്നും അല്ല. ഇത് ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിങ് ജസ്റ്റ് 2 മാസം കൊണ്ട് പഠിച്ചിട്ട് ചാമ്പ്യൻഷിപ്പിന് പോയി കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പഠിക്കുന്ന പറഞ്ഞ ഇടി അങ്ങനെ കിട്ടുന്നു. ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അമ്മാതിരി ഒരു ഇടിപ്പടം എന്ന് വെച്ചാൽ ഇടിപ്പടം. ഇതിനകത്ത് അല്ലാണ്ട് ഇങ്ങനെ എടുത്തു പറയാനായിട്ട് ഭയങ്കര ട്വിസ്റ്റുള്ള സ്റ്റോറി അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു സാധനം തന്നെ. എന്നിട്ട് ഇമാർ ഇടി വാങ്ങിക്കുന്നു, ഇടി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്നു. അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ആക്ച്വലി ഇത് ഭയങ്കര എൻജോയബിൾ ആണ്. ഈ 2.5 മണിക്കൂർ നമ്മൾ ടൈം പോകുന്നത് അറിയത്തേ ഇല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയാലും ഓരോരുത്തന്മാർക്ക് ഇടി കിട്ടുന്നത് പണ്ട് സിനിമയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലായിരുന്നു. ഇപ്പം അങ്ങനൊന്നുമില്ല. റിങ്ങിൽ കയറ്റുന്നു, ഇടി കൊടുക്കുന്നു, റിങ്ങിൽ കയറ്റുന്നു, ഇടി കൊടുക്കുന്നു. ആ സാധനമാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ബോക്സിങ് സാധനം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ല വർക്കൗട്ട് ചെയ്തിട്ട് ബോക്സിങ്ങിൻ്റെ ബേസിക്സ് പഠിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ക്യാമറ ട്രിക്കൊന്നും ഇല്ല ഖാലിദ് റഹ്മാൻ. പോവാ ഇടി വാങ്ങിക്കുക, ആ ഒരു സാധനമാണ്. ഇറക്കി വിടുന്നു, ഇടി വാങ്ങിപ്പിക്കുന്നു. അതാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. നല്ല ഇടി എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് വേണ്ട എന്താണോ സാധനങ്ങൾ അതെല്ലാം പക്കയായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഈ സാധനം ഇടി വാങ്ങിക്കുന്നു, ഇത് തന്നെ. അല്ലാണ്ട് ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് മറ്റേ നായകൻ മോട്ടിവേഷൻ വന്നിട്ട് വില്ലന്മാരെ ഇടിച്ചിരുന്നു. ആ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ അങ്ങനത്തെ ഒരു സാധനമേ അല്ല ഇതിനകത്ത്. നല്ല തല്ല് കൊള്ളുന്നുണ്ട്. ആ ഒരു സാധനമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആക്ച്വലി നല്ല എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു ഖാലിദ് റഹ്മാൻ സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയാം. കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നെക്സ്റ്റ് വീഡിയോ കാണുന്നത്. ബൈ ഗൈസ്.